മറ്റൊരു സംഭവം കൂടെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് രാജധാനി എന്ന് പറയുന്ന ട്രെയിൻ. രാജധാനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനാണ്. അത് ഞാൻ ഷൊർണൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അത് രാത്രിയിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഈ രാജധാനി വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അച്ഛൻ ഏത് ട്രെയിനാണ്? എപ്പോഴും മോളന്ന് ചെറിയൊരു കുട്ടിയാണ്, സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അച്ഛൻ ഏത് ട്രെയിനാണ് ഇന്ന് ഓടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവൾ പതിവ് പോലെ ചോദിച്ചു, ഇന്ന് ഏതാ അച്ഛാ ട്രെയിൻ? അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, രാജധാനിയാണ് മോളെ എന്ന് പറഞ്ഞു. രാജധാനി, അച്ഛൻ എത്ര ഭാഗ്യവാനാണ്, ലക്കി മാൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തോളത്തൊക്കെ തട്ടിയാണ് അവൾ യാത്ര അയച്ചത്. ഈ രാജധാനി ഓടിക്കുന്നത് അത്ര വലിയ ഭാഗ്യമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിലൊരു 5 മിനിറ്റ് നമ്മൾ വൈകിയാൽ അതിൻ്റെ ചോദ്യം ഉത്തരം എല്ലാം നമ്മൾ പറയേണ്ടി വരും. മാത്രമല്ല ഈ എൻജിനൊക്കെ എന്തെങ്കിലും തകരാറ് വന്ന് വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ 2 പേരേ ഉള്ളൂ, മറ്റാരുമില്ല. അത്യാവശ്യം റിപ്പയറൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ടൊരു കാറ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അറിയാൻ വയ്യെങ്കിൽ പോലും നമ്മൾ ബോണറ്റ് തുറന്ന് വെക്കുന്നത് പോലെ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ചെയ്തിട്ടത് ഫലം കണ്ടില്ലെങ്കിൽ പിന്നെ മുകളിൽ നിന്നും വലിയ ശകാരവും ചിലപ്പോൾ പണിഷ്മെൻറ്റും ചാർജ് ഷീറ്റും ഒക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ടെൻഷനുള്ളൊരു കാര്യമാണ് രാജധാനി എന്ന് പറയുന്നത്. സ്റ്റോപ്പുകൾ കുറവാണ് എന്നുള്ളതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് എന്ന് മാത്രം. അപ്പോൾ ഈ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ എത്തി നിൽക്കുമ്പോൾ അതിനകത്തൊരു കുറച്ചൊരു 4 മിനിറ്റ് നിന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയിൻ വലിക്കുന്ന ഇൻഡിക്കേഷൻ എൻജിനിൽ കിട്ടി. ഈ ചെയിൻ വലിക്കുമ്പോൾ നമുക്ക് എൻജിനിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ടാണ് ട്രെയിൻ നിൽക്കുക. അല്ല ചെയിൻ വലിച്ചു നമുക്ക് നിർത്തിയേക്കാം അങ്ങനെയല്ല, തന്നെ നിൽക്കും ട്രെയിൻ. അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഈ ചെയിൻ വലിച്ചിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ബോഗിയിലാണോ ചെയിൻ വലിച്ചത് ആ ബോഗി വരെ ചെന്ന് നമ്മളത് റീസെറ്റ് ചെയ്താൽ മാത്രമേ അത് രണ്ടാമത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ചെയിൻ വലിക്കുന്നൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി. ചെയിൻ വലിക്കുന്നൊരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക ആരെങ്കിലും വീണോ, അതല്ലെങ്കിൽ അല്ല കള്ളനും മാല വെട്ടിച്ചോ ഓടിയോ, അതല്ലെങ്കിൽ കയറാനുള്ള ആരെങ്കിലും കയറാതെ വിട്ടുപോയോ, ഏതെങ്കിലും ഫാമിലിയിൽ നിന്ന് അറിയാതെ ഇറങ്ങാനുള്ളവർ ഇറങ്ങാതെ പോയോ, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഞാനവിടെ നിന്നു, വണ്ടി നിർത്തി. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അതിനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. സാധാരണ ഇത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റാണ് പോകാറ്. പക്ഷേ ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ എനിക്കൊരു ഒരു ക്യൂരിയോസിറ്റി തോന്നാറുണ്ട്, എന്താണ് സംഭവം എന്നറിയാനുള്ളൊരാകാംക്ഷ. പിന്നെ രാത്രിയല്ലേ, ഒന്ന് ഇറങ്ങി നടന്നു കഴിയുമ്പോഴത്തേക്ക് ഉറക്കത്തിൻ്റെ ആ ഒരു വലിയ ശല്യം ഒന്ന് മാറിക്കിട്ടും എന്നുള്ള തോന്നലും എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചാടി ഇറങ്ങും. ശരി, നോക്കിക്കളയാം എന്ന് പറഞ്ഞ് ഞാൻ പുറകിലേക്ക് നടന്നു, പ്ലാറ്റ്ഫോമിലൂടെ പുറകിലേക്ക് നടന്ന് ഒരു 5ാമത്തെ ബോഗിയിലെത്തിയപ്പോൾ ചെറിയൊരു ആൾക്കൂട്ടമുണ്ട്, 1-2 പോലീസുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. എന്താ സംഭവം എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു. അപ്പോൾ ഒരു RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന പോലീസ് സേന, റെയിൽവേയുടെ തന്നെ പോലീസ് സേനയുണ്ട്. അതിൽ ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു, സാറേ ഒരാൾ അടിയിൽ പോയിട്ടുണ്ട്, അയാൾ ഇപ്പോഴും അടിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അയ്യോ കഷ്ടമായല്ലോ, വന്നത് അബദ്ധമായോ എന്നുള്ളൊരു തോന്നലും കൂടെ എൻ്റെ മനസ്സിലുണ്ടായി. കാരണം ട്രെയിനിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ മരിച്ചു കാണും, അല്ലെങ്കിൽ ചിന്ന ഭിന്നമായി കാണും, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റി കാണും എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അകത്ത് നിന്ന് ഞരക്കവും നിലവിളിയൊക്കെ കേൾക്കാം. അപ്പോൾ ആൾ മരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോലീസുകാരനോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങ്. അവരിങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുക. അപ്പോഴാണ് ഈ രക്ഷയ്ക്കായിട്ട് പോർട്ടർമാർ വരുന്നത്. അവരെന്ത് ജോലിയും ചെയ്യും, കാരണം അവർ ഈ അധ്വാനിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് അവർക്കതിനൊന്നും മടിയൊന്നുമില്ല. 2 പോർട്ടർമാർ ചാടി ഇറങ്ങി അവരെങ്ങനെയൊക്കെയോ ഈ ആളിനെ വലിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി. ഈ ആളിനെ വലിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, അവിടെ മുട്ടിന് താഴെ കാലില്ല. അപ്പോൾ ഇയാളെന്തോ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം, ഈ
അരയ്ക്ക് കീഴ്പോട്ട് കാലിനൊക്കെ എത്ര വലിയ പരിക്ക് പറ്റിയാലും ആളിൻ്റെ ബോധം നഷ്ടപ്പെടത്തില്ല എന്നുള്ളത്. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എനിക്കറിയില്ലെങ്കിലും അതങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇയാൾ കരയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ കാലെവിടെ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പോയി കാലും കൂടെ നോക്കാൻ പറഞ്ഞു. പോട്ടർ ചാടി പിന്നെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം മാറിയിട്ട് ഇയാളുടെ കാല് അവിടെ കിടപ്പുണ്ട്, കാലിൻ്റെ ഒരു കഷ്ണം. അത് എടുത്തുകൊണ്ട് വന്ന് സ്ട്രെച്ചറിൽ അയാളെയും കയറ്റി, അയാളുടെ കാലിനെയും കയറ്റി. വളരെ ശോകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. ഈ കാലും ഒക്കെ സെപ്പറേറ്റായിട്ട്, ആളും അയാളുടെ കാലുമൊക്കെ രണ്ടായിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊണ്ടായിരുന്ന ജനക്കൂട്ടമൊക്കെ പിന്നിലേക്ക് മാറി. അവരൊക്കെ ഭയാനകമായിട്ട് ഭയപ്പെട്ടാണ് പിന്നിലേക്ക് മാറുന്നത്. എന്തായാലും അയാളെ സ്ട്രെച്ചറിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞങ്ങൾ രാജധാനി സ്റ്റാർട്ട് ചെയ്ത് പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മെസ്സേജായിട്ട് കൊടുത്തു. പിന്നീട് എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവർ സർജറിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് ആ കാല് തുന്നിപ്പിടിപ്പിച്ചു. അയാൾ വളരെ നാളത്തെ പരിശ്രമത്തിന് ശേഷം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം പൂർവാധികം ഭംഗിയായിട്ട് ജോലിക്ക് പോകാനും ഒക്കെ തുടങ്ങി. നല്ല രീതിയിൽ കണ്ടു, നല്ല രീതിയിൽ അയാൾ ജീവിച്ചു പോകുന്നു. അതായാലും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വസ്തു തന്നെയാണ്. ഒരു കാര്യം ഈ സമയത്ത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ട്രെയിൻ എന്ന് പറയുന്നത് ഒരു വളരെ അപകടം പിടിച്ചൊരു വാഹനമാണ്. അത് അപകടം പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശത്തൊക്കെയുള്ള ട്രെയിനുകളെ അപേക്ഷിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്ന ഡോറുകളില്ല നമ്മുടെ ട്രെയിനുകൾ. ഇപ്പോൾ പുതിയതായിട്ട് വന്ന വന്ദേ ഭാരതിലൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്നുമില്ല. ഇപ്പോൾ ഭൂരിഭാഗം ട്രെയിനുകൾ 99% ട്രെയിനുകളും അങ്ങനത്തെ ഡോറുകളാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും തുറക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും അടയാം, എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് ചാടിയിറങ്ങാം, ചാടിക്കയറാം. അപ്പോൾ അതിനകത്തെ ഒരു സേഫ്റ്റിയുടെ ഒരു ഫാക്ടർ വളരെ കുറവാണ്. മൂവ് ചെയ്യുന്ന വാഹനത്തിൽ നിന്ന്, ട്രെയിനിൽ നിന്നും ഇറങ്ങുന്നത് അങ്ങേറ്റം അപകടം പിടിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ഈ മനുഷ്യൻ അവിടെ ഇറങ്ങിയിട്ട് ചായ എന്തോ മേടിച്ചിട്ട് പെട്ടെന്ന് ചാടിക്കയറി അതിനകത്തേക്ക് കയറിയതാണ്. അതിനകത്ത് ഫുഡ് കിട്ടും, എന്നാലും പുള്ളിക്ക് പുറത്തെ പ്ലാറ്റ്ഫോമിൽ തുറന്നിരിക്കുന്ന ഒരു സ്റ്റാൾ കണ്ടപ്പോൾ അവിടെ നിന്നെന്തോ വാങ്ങിക്കണമെന്ന് തോന്നി അദ്ദേഹം ഇറങ്ങിയതാണ്. പിന്നെ തിരിച്ചു കയറിയപ്പോൾ എവിടെയൊക്കെ ഉടക്കി വീണു. പോരാത്തതിന് അദ്ദേഹം മുണ്ടായിരുന്നു ധരിച്ചിരുന്നത്. കയ്യിൽ ഉള്ള ശ്രദ്ധ കുറയുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന അപകടങ്ങളാണ് ഈ കാല് നഷ്ടപ്പെടുക, കൈ നഷ്ടപ്പെടുക എന്നുള്ളത്. കൊല്ലത്ത് 3 വിദ്യാർത്ഥികൾ, കുറേ നാളുകൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. 3 കൊച്ചു പെൺകുട്ടികൾ ഈ ട്രാക്കിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയ്ക്കൂടെ നടക്കുകയാണ്. അങ്ങനെ നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരുപക്ഷെ ചെറുപ്പത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. പെട്ടെന്നാണ് പാഞ്ഞു വന്നത് ട്രെയിൻ. ഇവർ ഒതുങ്ങി നിന്നു. ഒരിക്കലും അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു ഇതില്ല. 2 കുട്ടികൾ തൽക്ഷണം മരണപ്പെട്ടു. ഒരു കുട്ടി കാലില്ലാതെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഒരു ആ കാലിൻ്റെ മുറിഞ്ഞു പോയ ഭാഗം ചതഞ്ഞു പോയതുകൊണ്ട് തിരിച്ച് റീജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോഴും കാലില്ലാതെ വികലാംഗയായിട്ട് ആ കുട്ടി ജീവിക്കുന്നു. അപ്പോൾ ഇത് വല്ലാത്തൊരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ലോക്കോ പൈലറ്റ് എന്നുള്ള ആ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഇത്തരം സംഭവങ്ങൾ കണ്ട് എത്ര കണ്ടാലും എത്ര അനുഭവങ്ങൾ കേട്ടാലും പത്രത്തിലൂടെയും അതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആൾക്കാർ ഇപ്പോഴും വളരെ അശ്രദ്ധമായിട്ട് ഈ ട്രെയിൻ ആയിട്ട് ബന്ധപ്പെട്ട യാത്രകളിൽ അശ്രദ്ധമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളാണ്. ഈ അടുത്ത കാലത്ത് എടപ്പള്ളി എന്ന് പറയുന്നൊരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് വാഹനൻ്റെ മേളിൽ, ഗുഡ്സിൻ്റെ ഓയിൽ ടാങ്കർ അതിൻ്റെ മുകളിൽ ബെറ്റ് വെച്ച് കയറിയ ഒരു വിദ്യാർത്ഥി 25 kV വൈദ്യുതി പ്രവഹിക്കുന്ന ലൈനിൽ തട്ടി ഇലക്ട്രോക്യൂട്ടഡായിട്ട് കരിഞ്ഞുപോയി മരണപ്പെട്ടു. 25 kV ലൈനാണ്, അതായത് 25,000 വോൾട്ട് ആ ലൈൻ ആണ്. വോൾട്ട് വൈദ്യുതി പ്രവഹിക്കുന്ന ലൈനാണ് ഈ ഇലക്ട്രിഫൈഡ് സെക്ഷനിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ അടുത്തെത്തണ്ട, അതിൻ്റെ ഒരു ഇൻഡക്ഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ഏകദേശം അടുത്തെത്തിയാൽ മാത്രം മതി നമ്മൾ ഷോക്കേൽക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്നത്? സെൽഫി എടുക്കാൻ കയറിയ ഒരു വ്യക്തി ഇതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലോ മറ്റോ ആണ് ട്രെയിനിൻ്റെ മുകളിൽ കയറിയത് ഇങ്ങനെ അപകടപ്പെട്ട
കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഭയാനകം, ദാരുണം എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ ഒരല്പം നമുക്ക് മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അന്ന് വർക്ക് ചെയ്തിരുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓടി വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ കയറി നിന്ന് ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അയാളുടെ ശ്രമം വിജയം കണ്ടെത്തി. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിനിൻ്റെ മുമ്പിൽ പലതരം എക്യുപ്മെൻറ്റുകളുണ്ട്. അതായത് യന്ത്രഭാഗങ്ങൾ നീണ്ടു നിൽക്കുന്നതുകൊണ്ട്, കൊളുത്തു പോലെയുള്ളതുകൊണ്ട്, ഈ ഹോസ് പൈപ്പുകൾ, അതായത് എയർ പൈപ്പുകളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു കൊളുത്തിങ്ങനെ നീണ്ടു നിൽക്കും. ഈ മനുഷ്യൻ വന്ന് നിന്നപ്പോഴത്തേക്കും ഇയാളുടെ ശരീരത്തോടു കൂടി ഈ കൊളുത്ത് അങ്ങ് കയറിപ്പോയി. ഇദ്ദേഹം ആ നിന്ന നിൽപ്പിൽ ഇതിൽ കോർത്ത് നിന്ന് അങ്ങ് മരണമടയുകയാണ് ഉണ്ടായത്. വണ്ടി ഇയാളെ വഹിച്ചുകൊണ്ട് കുറേ ദൂരം യാത്ര ചെയ്ത് അവിടെ സ്റ്റോപ്പായി. അതിനുശേഷം ഇവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇയാൾ മരിച്ച് അവിടെ നിൽപ്പുണ്ട്. ഈ എൻജിൻ്റെ മുമ്പിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇയാളെ താഴെ ഇറക്കണം. എത്ര പിടിച്ചിട്ടും വരുന്നില്ല. കാരണം ഈ കൊളുത്ത് ഇതിനകത്ത് കയറി ഇയാളുടെ മാംസമോ എല്ലോ ഒക്കെ ആയിട്ട് അങ്ങ് ജാമായി ഇരിക്കുകയാണ്. ഒരു മാർഗവുമില്ല. പക്ഷേ അന്ന് കൂടെ വർക്ക് ചെയ്തിരുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് രമേശ് എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് വല്ലാത്തൊരു ധൈര്യം ആ സമയത്ത് വന്നു. ആ പുള്ളി നേരെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ടൊരു ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ ബ്ലേഡ് കൊണ്ട് ഈ മാംസം, അതായത് കൊളുത്ത് ഇങ്ങനെ കയറിയിരിക്കുന്ന ആ മനുഷ്യൻ്റെ മുതുവത്തെ മാംസം കട്ട് ചെയ്ത് ഒരു പീസ് മാറ്റി. അത് എത്രമാത്രം അസ്വസ്ഥതാജനകമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഓർക്കണം. അയാളെ താഴെ ഇറക്കി. അതല്ലാതെ ഈ ട്രെയിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടു നിന്നിട്ട് ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഭീകരമായ ഒരു അവസ്ഥ. അത് മുറിച്ചു മാറ്റിയതിന് ശേഷം അദ്ദേഹത്തെ കിടത്തി സൈഡിൽ ഒരു വെളുത്ത മുണ്ടൊക്കെ ഇട്ട് മൂടി എന്നിട്ട് അടുത്ത സ്റ്റേഷനിൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു വല്ലാത്ത സംഭവങ്ങളിലൊക്കെ ലോക്കോ പൈലറ്റുമാർ പെട്ടുപോകാറുണ്ട്. അതൊക്കെ ഒരു പിന്നീട് എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ അനുഭവിച്ച അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കേണ്ടി വരുന്ന ആളുകൾ, ലോക്കോ പൈലറ്റുമാരായാലും ചിലപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുന്ന പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും ഒക്കെ, അവരൊക്കെ പിന്നീട് കുറേ കാലം കഴിയുമ്പോഴും ഇതൊക്കെ സ്വപ്നത്തിലൂടെയൊക്കെയാണ് അവരുടെ ഇതിലേക്ക് കയറി വരിക. ഞാനിപ്പോഴും ചില ഇതുപോലെയുള്ള ഭയാനകമായ ദൃശ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് കാണാറുണ്ട്. സ്വപ്നങ്ങളിൽ വരുന്നുണ്ട്. അതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. ഇത് എനിക്ക് മാത്രമല്ല, ഈ ഫോറൻസിക് സർജന്മാർ, അതുപോലെ തന്നെ പോലീസുകാർ, ശവത്തിന് കാവലിരിക്കുന്ന പോലീസുകാരെ പറ്റിയൊക്കെ നമ്മൾ സിനിമകളിൽ വരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു അല്പം കഠിനമാണ്. ഏകനായിട്ട് ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. അല്പം അന്ധവിശ്വാസവും കൂടെ മനസ്സിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അതുപോലെയുള്ള ഒരു കുറേ ലൈഫ് ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ ജോലിയിൽ എത്ര പേരെ നിങ്ങൾ തട്ടിയിട്ടുണ്ട് എന്നൊക്കെ തമാശയായിട്ട് ചോദിക്കുമ്പോഴും, അതല്ലെങ്കിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോഴും ഒക്കെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ചെറിയ വേദനയുണ്ട്, ചെറിയ ഒരു അസ്വസ്ഥത രൂപപ്പെടാറുണ്ട്. കാരണം കാലാകാലങ്ങളിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഇതെന്ന് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ തമാശയായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ റണ്ണിങ് റൂമിൽ സ്ഥിരമായിട്ട് കിടക്കുന്ന ഒരു ലോക്കോ പൈലറ്റ്, അദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ നിലവിളിക്കും, അയ്യോ എന്നുള്ളൊരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോൾ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു, അത് അയാൾ പിന്നെ വണ്ടി കയറ്റി കൊന്നിട്ടുള്ള ഏതോ ഒരുത്തൻ അയാളുടെ കഴുത്തിന് പിടിക്കാൻ വരുന്നതാണ് എന്നൊരു തമാശ രൂപത്തിൽ പറയാറുണ്ട്. ഒരുപക്ഷെ സത്യമായിരിക്കാം. അയാളുടെ മനസ്സിൽ ഒരുപക്ഷെ അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്ന
ഒരു വ്യക്തിയായിരുന്നായിരിക്കാം അയാളെ പിന്തുടരുന്നു എന്നുള്ള ഒരു തോന്നൽ അയാളുടെ സ്വപ്നത്തിലൂടെ അയാളെ ഹോണ്ട് ചെയ്യുന്നതായിരിക്കാം എന്ന് ഞാനും അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ 1986 ഇന്ത്യൻ റെയിൽവേയിൽ ജോലിക്ക് കയറിയ ഒരു വ്യക്തിയാണ്. ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ജോലി അന്ന് 86 അങ്ങനെ ഒരു ജോലി ഇല്ല. അന്ന് ഉള്ളത് ട്രെയിൻ ഡ്രൈവർ അല്ലെങ്കിൽ എൻജിൻ ഡ്രൈവർ എന്നുള്ളൊരു തസ്തികയാണുള്ളത്. ആ എൻജിൻ ഡ്രൈവറുടെ ആ തസ്തികയുടെ ഏറ്റവും താഴത്തെ കേഡറായ ഡീസൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് അന്ന് ജോലിക്ക് കാൾ ഫോർ ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഓടിച്ച് സാഹസികമായിട്ടുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ ജോലിയിലേക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ജോലി വേണം എന്ന് മാത്രമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് 1980-കളിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ഇത്തിരി കഠിനമുള്ളൊരു കാര്യം തന്നെയാണ്. ധാരാളം ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് പരാജയപ്പെട്ടു പോയിട്ട് നിരവധി യുവാക്കൾ തൊഴിലില്ലായ്മ വേതനം വരെ വാങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ പോലെ IT കമ്പനികളൊന്നുമില്ല, സ്വകാര്യ സംരംഭകർ ഇല്ല, സ്റ്റാർട്ടപ്പുകൾ പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഓരോ സ്റ്റുഡിയോകൾ ഒന്നുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. ആളുകൾക്ക്, യുവജനങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗവൺമെൻറ് സർവീസിൽ കയറണം, അതല്ലെങ്കിൽ ഗൾഫിൽ പോകണം. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. സ്വകാര്യ ജോലികളൊക്കെ വളരെ തുലവും പരിമിതമായിട്ടുള്ള ഒരു സമയത്ത് എനിക്കെന്തോ ഗൾഫ് ജോലിയോട് താല്പര്യമില്ലായിരുന്നുകൊണ്ട് ടെസ്റ്റുകളൊക്കെ എഴുതി ആദ്യമായിട്ട് ITC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ആലപ്പുഴയിലുള്ള ITCയിൽ ഇൻസ്ട്രക്ടറായിട്ട് കുറേ കാലം വർക്ക് ചെയ്ത് ആ സമയത്താണ് ടെസ്റ്റ് എഴുതുന്നത്. നിരവധി ടെസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം ഡീസൽ അസിസ്റ്റൻറ്റിനെ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. വേക്കൻസികൾ കൂടുതലുണ്ടായിരുന്നു, അത് എഴുതിയെന്ന് മാത്രം. അത് കിട്ടിക്കഴിഞ്ഞാണ് ഇത് ഡീസൽ അസിസ്റ്റൻ്റ് എന്താണെന്ന് പോലും മനസ്സിലാകുന്നത്. കാരണം ആ സമയത്ത് ആലപ്പുഴ ജില്ലയിൽ തീരദേശ റെയിൽവേ ഒന്നുമില്ല. അപ്പോൾ റെയിൽവേയുമായിട്ട് വലിയ ബന്ധം ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്ത് ഈ ഡീസൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന തസ്തിക എന്തോ ഡീസലുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണെന്നുള്ള ഒരു ധാരണയിലൊക്കെയാണ് അന്ന് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ടെസ്റ്റിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ടെസ്റ്റ്. അന്ന് ഞാൻ ആലപ്പുഴയിലാണ് താമസം. അപ്പോൾ ടെസ്റ്റിന് പോയി, ആ ടെസ്റ്റ് പാസ്സായി എന്നുള്ള ആ ഒരു അറിയിപ്പ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സീരിയസ് ആയിട്ട് ഈ ഒരു ജോലിയെപ്പറ്റി അന്വേഷിക്കാനും എന്താണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താനുമൊക്കെ കഴിഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു സമ്മിശ്ര വികാരമായിരുന്നു. നിരാശയാണോ സന്തോഷമാണോ എന്നറിയില്ല. ഏതായാലും ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ തന്നെ ടെസ്റ്റ് പാസ്സായി എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി ഇൻ്റർവ്യൂവിനും പോയി കളയാം എന്നുള്ള ഒരു ഇതാണ് വന്നത്. പിന്നീടാണ് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാഹസികതയൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അന്നേരം ഒരു ബുദ്ധിമുട്ടുള്ള ജോലി ആണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തത് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിനും പോയി. അപ്പോഴും ഇങ്ങനെ ഒരു ജോലിയിലേക്ക് കടക്കും എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. ഇൻ്റർവ്യൂ പാസ്സാവാം അല്ലെങ്കിൽ ഫെയിലാവാം. ഏതായാലും ഇൻ്റർവ്യൂ പാസ്സായി. അത് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ പാസ്സായതായിട്ട് അറിയിപ്പ് വന്നു. ഓഫർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നൊരു ലെറ്റർ റെയിൽവേയിൽ നിന്ന് കിട്ടി. ഇതൊക്കെ വളരെ ലോങ് പ്രോസസ്സാണ്. അതായത് ഒരു 3-4 മാസത്തിന് ശേഷമൊക്കെയാണ് ഈ ലെറ്ററൊക്കെ കിട്ടുന്നത്. ഈ ഓഫർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ല അതിന് പുറകെ വേറെ ഒന്നുമില്ല. അതിന് ശേഷമാണ് റെയിൽവേയിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടായത്, നിങ്ങൾ സൈക്കോളജി ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ടെസ്റ്റിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ കുറേ നമ്മുടെ റെസ്പോൺസൊക്കെ അറിയാനൊക്കെ ആയിരിക്കാം. ഈ റെയിൽവേക്ക് RDSO എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ടെസ്റ്റ് മെത്തേഡാണ് ഈ സൈക്കോളജി ടെസ്റ്റ്. ഏതായാലും അത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അത് പാസ്സായി. ഇത് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ജോലി കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി.
അപ്പോഴാണ് അടുത്തൊരു കടമ്പയുണ്ട് എന്നറിയുന്നത്. അത് മെഡിക്കൽ ടെസ്റ്റാണ്. ഈ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 ഫിറ്റ്നസ് വേണം, കണ്ണിന് പ്രത്യേകിച്ച് 6/6 വിത്തൗട്ട് സ്പെക്ടക്കിൾസ്. ഇതാണ് A1 ഇതിൻ്റെ കണ്ണിൻ്റെ മാത്രമുള്ള ഒരു യോഗ്യത. അതുകൂടാതെ നമുക്ക് ഇനിഷ്യലി നമുക്ക് ഡയബറ്റിക് ആവാൻ പാടില്ല, ബാക്കി പ്രശ്നങ്ങളുണ്ടാകാൻ പാടില്ല, ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടാകാൻ പാടില്ല, ലങ്സ് ക്ലിയർ ആയിരിക്കണം, ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം പാസ്സായാൽ മാത്രമേ ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ, ജോലിയിലേക്ക് കടക്കാനാവൂ എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ പ്രതീക്ഷയില്ലാതെ. കാരണം എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ. ഏതായാലും ഭാഗ്യം പോലെ അതെല്ലാം ഓക്കെ ആയിരുന്നു. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് പാസ്സായി. പിന്നെ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വലിയൊരു നമ്മുടെ എൻജിനീയറിംഗ് കോളേജ് പോലെയൊക്കെ അത്ര വലിയൊരു സ്ഥാപനമാണ് റെയിൽവേ. അന്ന് സ്കൂൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു ട്രെയിനിങ് സ്കൂളുണ്ട്. അവിടെ പോയി 3 മാസം ഈ മെക്കാനിസം, ഡീസൽ മെക്കാനിസം എന്ന് പറയും, ഡീസൽ എൻജിനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വർക്കിങ്ങും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പഠിപ്പിച്ചു. അതിനുശേഷം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, GRS, ജനറൽ റൂൾസ് ആൻഡ് സബ്സിഡിയറി റൂൾസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പുസ്തകമുണ്ട്. അത് ഈ റെയിൽവേ ജീവനക്കാരുടെ ബൈബിള് പോലെ വളരെ വിശുദ്ധമായിട്ടുള്ളൊരു വലിയൊരു പുസ്തകമാണ്. ഇത് ഡ്യൂട്ടി സമയത്ത് നമ്മൾ കൊണ്ടു നടക്കണം എന്നാണ് നിയമം. അത് കൊണ്ടു നടക്കാനായിട്ട് ഞങ്ങൾക്കൊരു ഇരുമ്പിൻ്റെ പെട്ടിയൊക്കെ ഉണ്ട്, പലരും സ്റ്റേഷനിലൊക്കെ കണ്ടു കാണും. എന്തായാലും അങ്ങനെ ആ റൂൾസ് പഠിപ്പിക്കുന്ന മറ്റൊരു കോളേജ് പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെയും പോയി അതെല്ലാം പാസ്സായിട്ടാണ് നമ്മൾ ഈ ജോലിയിലേക്ക് കയറുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ഈ പ്രഷർ അങ്ങ് ഡ്രോപ്പ് ആവുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ആ സമയത്ത് നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഗുഡ്സാണ്, വേറെ ഒന്നുമല്ല. എവിടെയോ ഇതിൻ്റെ പൈപ്പ് ബ്രേക്കായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ വാഗൺ ബ്രേക്കായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വാഗൺ മറിഞ്ഞിട്ടുണ്ട്.